ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഇന്ന് ലഞ്ച് തയ്യാറാക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ബിരിയാണി റൈസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ രാവിലെയൊക്കെ ഉറങ്ങി നിന്ന് നിൽക്കുന്നതൊക്കെ ഭയങ്കര ലേറ്റായിട്ടാണ്. ചോറും കറികളൊക്കെ തയ്യാറാക്കിയതിന് പകരമായി ബിരിയാണി റൈസായാൽ പിന്നെ അത് ഒരൊറ്റ പണിയോടെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്ന് ബിരിയാണി റൈസ് തന്നെ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഒരു തട്ടിക്കൂട്ടി ബിരിയാണി റൈസാണ് സംഭവം, പക്ഷെ അടിപൊളിയായിട്ടുണ്ടാകും. ഞാനിതാ ചട്ടിയൊക്കെ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിലും നെയ്യും എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ പട്ട, കറാമ്പൂ, ഏലക്കായി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ കറക്റ്റായിട്ട് അളവൊന്നും പറയുന്നില്ല. പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ സവാളയും കൂടി ചേർക്കാം. 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. സവാള ചേർത്ത് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ തക്കാളിയും കൂടി നമുക്ക് ചേർക്കാം. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് തയ്യാറാക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ദമ്മിട്ടിട്ടുള്ള ബിരിയാണിയല്ല വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ ക്യാരറ്റ് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ച് ആ ക്യാരറ്റും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് തയ്യാറാക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി റൈസ് തയ്യാറാക്കാൻ പോകുന്ന പ്ലാൻ ഇട്ടപ്പോൾ തന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചു. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് റൈസിലേക്ക് ചേർക്കാം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബീൻസോ വേറെ വല്ല വെജിറ്റബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർക്കാം. ഞാൻ പിന്നെ അതൊന്നും ചേർത്ത് കൊടുത്തില്ല. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നീട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ റൈസ് തയ്യാറാക്കി വെക്കുമ്പോൾ അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ അളവ് കുറക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള ബിരിയാണി മസാല നിങ്ങൾക്ക് എത്ര വേണ്ടി അത്ര ഇടാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തു. നിങ്ങൾ അളവ് കൂടുന്നതിനനുസരിച്ച് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റും കൂടി ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തു. ഇനി നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ആവശ്യമായ സാധനങ്ങൾ, നമ്മുടെ പുതിന ഇലയും മല്ലിയിലയും അതും കൂടി ഞാനിവിടെ ഒരു പിടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. പുഴകളിലും തോടുകളിലൊന്നും നമ്മുടെ കുട്ടികളെ കളിക്കാൻ വിടരുത്. ഇതാ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴഞ്ഞ ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർക്കണം. ഞാനിവിടെ കട്ട തൈരാണ് ചേർക്കുന്നത്. ഞാനിവിടെ പുളിയില്ലാത്ത കട്ട തൈരാണ്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. തൈരൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സായ ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസും കൂടി ഇതിലോട്ട് ചേർക്കാം. ഞാൻ റൈസ് ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു വലിയൊരു പ്ലേറ്റിലിട്ട് അത് ചൂടാറാൻ മാറ്റി വെച്ചതാണ്. ഞാൻ ജീരകശാല ബിരിയാണി റൈസാണ് ഇവിടെ ചേർത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് ബിരിയാണി റൈസ് ആയാലും നമുക്ക് ചേർക്കാം. ഇനി ബസുമതി റൈസ് ആയാലും ഇതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണിത്. നേരത്തെ റൈസ് വേവിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ദമ്മിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതാ റൈസ് എല്ലാം ഇട്ട് കൊടുത്ത് അടിയിലുള്ള മസാലകളെല്ലാം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഒന്ന് നന്നായി ഇളക്കിയെടുത്തത്. അതെന്തിനാണ് ഫോർക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ റൈസ് ഒന്നും പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചത്. ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒന്ന് ചേർക്കാം.
ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി അടിയിലുള്ള മസാലകളെല്ലാം മുകളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഞാനിതാ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ റൈസ് എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി ഒതുക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതാ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. തയ്യാറാക്കി ഉടനെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യേണ്ട. ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മതിയാകും. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി റൈസ് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് സാധാ ഒരു സാലഡ് തന്നെ മതിയാകും. സംഭവം അടിപൊളിയായിട്ടുണ്ടാകും. ഇനി കുട്ടികളൊക്കെ വന്ന് ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തോളൂ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനൊന്നും മറന്നേക്കരുത്.